ഇതൊരു ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റാണ്. കേന്ദ്രത്തിൽ BJP, കേരളത്തിലും BJP തന്നെ. CPM ഗവൺമെൻറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയണമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗുരുതരമായ 867 കോടി രൂപയുടെ അഴിമതി ഒരു റീച്ചിൽ നടന്നപ്പോൾ, അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഒരു റീച്ചിൽ നടന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രിയും ഈ കാര്യം ഗഡ്കരിയോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല? അതിനു പകരം KC വേണുഗോപാലിനെ കാലിന് വിളിച്ചാൽ മതിയാവും. കാലിനും രാവണനൊക്കെ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട് ആരാണ് കാലൻ, ആരാണ് രാവണൻ എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. KC വേണുഗോപാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇത് അന്വേഷിക്കാൻ മുന്നോട്ട് വന്നതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ അപമാനിച്ചതുകൊണ്ട് കാര്യമായില്ല. അതിന് വാസ്തവത്തിൽ മുഹമ്മദ് റിയാസ് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. ഇത്തരം വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തിയ മുഹമ്മദ് റിയാസ് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ദേശീയപാത വിഷയത്തിൽ കേന്ദ്രത്തിനൊപ്പം സംസ്ഥാനവും ശരിക്കും ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ടതല്ലേ? സംസ്ഥാന ഗവൺമെൻറ്റും മറുപടി പറയണം. കാരണം ഈ അഴിമതിക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. അദാനി പാർട്ട്ണറാണെന്നല്ലേ വാസവൻ പറഞ്ഞത്? അതെ അതെ, തൊട്ട് നോക്കി ഞങ്ങൾ പരിശോധിച്ചതാണ്, ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അദാനി പാർട്ട്ണറാണെന്നാണ് നമ്മുടെ വാസവൻ പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണറാണ്. ആ പാർട്ട്ണറാണ് 867 കോടി രൂപ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ തീവെട്ടിക്കൊള്ളയാണിത്. ഇത് രണ്ടുപേരും കൂട്ടു നിൽക്കുകയാണ്. ഈ കൊള്ളയ്ക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കാനില്ല. ജനങ്ങളുടെ ജീവിതമാണ് പ്രധാനം. നിലമ്പൂരിലും ദേശീയപാത സജീവ ചർച്ചയാവും. 100% ചർച്ചയാവുന്ന വിഷയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിൽ പോയിട്ട് ഈ അഴിമതിയെപ്പറ്റി ഒരു അക്ഷരം സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ ഗവൺമെൻറ് കാണിച്ചില്ല. അവരെ ആരെയാണ് സംരക്ഷിക്കുന്നത്? അവരെ ആരെയാണ് പേടി? അദാനിയെ പേടിയാണോ?